എന്തുകൊണ്ടാണ് ക്രൂഡ് ഓയിലിന് വില കൂടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചരിത്രം പരിശോധിച്ചാൽ പല സമയങ്ങളിലായി ക്രൂഡ് ഓയിലിന് വില കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ നമ്മളെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ക്രൂഡ് ഓയിലാണോ? വേൾഡ് എക്കണോമിയിൽ ക്രൂഡ് ഓയിലിന്റെ പ്രാധാന്യം എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉറവിടമുള്ളത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? വരൂ നമുക്ക് നോക്കാം. ലോകത്തെ തന്നെ നിശബ്ദമായി കൺട്രോൾ ചെയ്യുന്ന ശക്തിയായ ക്രൂഡ് ഓയിലിനെ കുറിച്ച്. എന്താണ് ക്രൂഡ് ഓയിൽ? ക്രൂഡ് ഓയിൽ എന്നത് ഭൂമിയുടെ അടിയിൽ നിന്നും കിട്ടുന്ന ഒരു നാച്ചുറൽ ഫോസിൽ ഫ്യൂവലാണ്. ഇത് റിഫൈൻ ചെയ്താൽ നമുക്ക് പെട്രോൾ, ഡീസൽ, LPG, പ്ലാസ്റ്റിക്, ഫെർട്ടിലൈസർ മുതലായവയെല്ലാം കിട്ടും. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന 100-ലധികം സാധനങ്ങളുടെ അടിസ്ഥാനം ഈ ഓയിലാണ്. സിമ്പിളായി പറഞ്ഞാൽ ഓയിൽ ഇല്ലെങ്കിൽ മോഡേൺ ലൈഫ് തന്നെയില്ല. ഈ ഓയിലിൻ്റെ വില എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു രാജ്യം തീരുമാനിക്കുന്നതല്ല, ഇത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയുമാണ്. അതായത് ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ വില ഉയരും. അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറയും. ഇനി എന്തുകൊണ്ടാണ് പല സമയങ്ങളിലായി ഓയിൽ പ്രൈസ് കൂടുന്നത്? ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് യുദ്ധങ്ങളും ജിയോ പൊളിറ്റിക്സും. ഉദാഹരണത്തിന് റഷ്യൻ യുക്രൈൻ വാർ ഉണ്ടായ സമയത്തും ഇപ്പോഴുള്ള ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൻ്റെ സമയത്തും ഓയിലിൻ്റെ പ്രൈസ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഓയിലിൻ്റെ സപ്ലൈ ചെയിനിനെ പ്രതികൂലമായി ബാധിക്കുകയും ഇത് പ്രൈസ് കൂടാൻ കാരണമാവുകയും ചെയ്യുന്നു. അടുത്തൊരു പ്രശ്നമാണ് ഒപെക് പ്രൊഡക്ഷൻ കട്ട്സ്. അതായത് ഓയിലിൻ്റെ സപ്ലൈ കരുതി കൂട്ടി മനഃപൂർവ്വം കുറയ്ക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് പ്രൈസ് ഉയരാൻ കാരണമാക്കുന്നു. ഇവിടെ വലിയൊരു പവർ ഉള്ളത് ഒപെക്കിനാണ്. ഒപെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. അതായത് നിലവിൽ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണിത്. ഇവർ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചാൽ ലോകമെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ വില കൂടും. അടുത്തതാണ് ഗ്ലോബൽ എക്കണോമി ഗ്രോത്ത്. നിലവിലെ സാഹചര്യത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ ഫ്യൂവൽ ഡിമാൻഡും കൂടും. ഇത് സ്വാഭാവികമായിട്ടും ഓയിൽ പ്രൈസ് കൂടാൻ കാരണമാകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഓയിൽ പ്രൈസ് കൂടും. അടുത്തതാണ് US ഡോളർ വാല്യൂ. അതായത് US ഡോളറിന് വാല്യൂ കൂടുന്തോറും ഓയിൽ പ്രൈസ് കൂടും. കാരണം ഓയിൽ USDയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് ഓയിൽ റിഗ്സിനോ അതുപോലെ തന്നെ ഓയിൽ സപ്ലൈ ചെയിനോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ സപ്ലൈ സ്റ്റോപ്പ് ആകും. ഇത് ഓയിലിൻ്റെ പ്രൈസ് കൂടാൻ കാരണമാകും. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലായി ഓയിലിന് പ്രൈസ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തേതാണ് 1973 നടന്ന ഓയിൽ ക്രൈസിസ്. അറബ് കൺട്രീസ് മുഴുവൻ ഓയിൽ എക്സ്പോർട്ട് നിർത്തുകയും ഇത് പ്രൈസ് 4 ഇരട്ടിയായി കൂടാനും കാരണമായി. അടുത്തതാണ് 2008. ഓയിൽ പ്രൈസ് ഈ കാലയളവിൽ ഏകദേശം $147 പെർ ബാരൽ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ പ്രൈസിലാണ് ട്രേഡ് ചെയ്തത്. അടുത്തതാണ് 2020 കോവിഡ് ക്രാഷ്. ഈ കാലയളവിൽ പ്രൈസ് കൂടുന്നതിന് പകരം പ്രൈസ് കുറയുകയാണ് ചെയ്തത്. കാരണം ഡിമാൻഡ് 0 ആവുകയും പ്രൈസ് നെഗറ്റീവ് വരെ പോവുകയും ചെയ്തു. അടുത്തതാണ് 2022 എനർജി ക്രൈസിസ്. ഈ സമയങ്ങളിൽ യുദ്ധവും അതിനോടനുബന്ധിച്ചുള്ള സപ്ലൈയിലെ ഇഷ്യൂസും കാരണം ഓയിൽ പ്രൈസ് വീണ്ടും കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഓയിൽ പ്രൈസ് കൂടിയാൽ നമ്മളെതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് നിർമ്മിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു പെട്രോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് ഫ്യൂവൽസ്, അതായത് എനർജി പ്രൊഡക്ട്സ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, LPG, ഏവിയേഷൻ ഫ്യൂവൽ ഇവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. നിലവിലെ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ ഇതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തതാണ് പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സ്. പ്ലാസ്റ്റിക്, സിന്തറ്റിക് റബ്ബർ, നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്ട്സുകളാണ്. നമ്മുടെ തുണികൾ മുതൽ ഫോൺ കവർ വരെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് സാരം. അടുത്തതാണ് കെമിക്കൽ പ്രൊഡക്ട്സ്. ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജന്റ് തുടങ്ങിയവയെല്ലാം തന്നെ ക്രൂഡ് ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. അഗ്രികൾച്ചർ പോലും ഓയിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അടുത്തതാണ് മെഡിക്കൽ പ്രൊഡക്ട്സ്. മെഡിസിൻസ്, സിറഞ്ച്, മെഡിക്കൽ പ്ലാസ്റ്റിക്, ഹെൽത്ത് കെയർ പോലും ഇൻഡയറക്ട്ലി ഓയിൽ ബേസ്ഡ് ആണെന്ന് നമുക്കിവിടെ പറയാം. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. ലൂബ്രിക്കൻസ്, ആസ്ഫാൾട്ട്, റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാർ, പെയിൻറ്റ്സ് തുടങ്ങിയവയെല്ലാം തന്നെ ഓയിൽ ബേസ്ഡ് സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പോലും ഈ ഓയിൽ വേണമെന്ന് സാരം. ചുരുക്കത്തിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് 1000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളുടെ നട്ടെല്ല് തന്നെയാണ്. ഓയിൽ പ്രൈസ് കൂടുമ്പോൾ സാധാരണയായി ഇവയുടെ എല്ലാം വില കൂടുകയും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഫ്യൂവൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടും.
ഈ ട്രാൻസ്പോർട്ട് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ ഡെലിവറി കോസ്റ്റ് കൂടും. ഇത് സ്വാഭാവികമായി സാധനങ്ങളുടെ വില കൂടാൻ കാരണമാകും. ഇതിൽ നമ്മുടെ അവശ്യ സാധനങ്ങളായ ഫുഡ്, വെജിറ്റബിൾസ്, എസൻഷ്യൽ തുടങ്ങിയവയെല്ലാം തന്നെ പെടും. ഇവ കൂടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡസ്ട്രിയുടെ ചെലവ് കൂടും. ഈ ഇൻഡസ്ട്രിയുടെ ചെലവ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ സ്ലോ ആവുകയും ചെയ്യുന്ന പ്രൊഡക്ഷൻ എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. ഇത് ഇൻഫ്ലേഷന് കാരണമാവുകയും അതുപോലെ തന്നെ രൂപയുടെ മൂല്യം താഴോട്ട് പോകാനും കാരണമാകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ 2 രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റും രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റും. ഡയറക്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നത് പോലെ തന്നെ പെട്രോളിനും ഡീസലിനും വില കൂടും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിന്റെ കോസ്റ്റും കൂടും. ഇനി വരുന്ന രണ്ടാമത്തെ ഇമ്പാക്റ്റാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്. ഇതിൽ വരുന്നതാണ് ഭക്ഷണ സാധനങ്ങളുടെ വില കൂടും, അതുപോലെ തന്നെ അവശ്യ വസ്തുക്കളുടെ വില കൂടും, വിമാന ടിക്കറ്റുകളുടെ വില കൂടും. ഇത് എക്കണോമിയെ വരെ ഇമ്പാക്റ്റ് ചെയ്യും. കാരണം ഇത്തരം അവശ്യ സാധനങ്ങളുടെ വില കൂടൽ ഇൻഫ്ലേഷന് കാരണമാകും. ജോലികളെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രികളെയും ഇത് അഫക്റ്റ് ചെയ്യും. ചുരുക്കത്തിൽ ഓയിൽ പ്രൈസ് കൂടിയാൽ നമ്മുടെ ജീവിത ചെലവ് തന്നെ കൂടുമെന്ന് സാരം. നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാകും. ക്രൂഡ് ഓയിൽ ലോകത്തെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും എല്ലാ രാജ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ പവർ ആ രാജ്യത്തിലെ ഓയിൽ റിസർവിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലാണ്. വേൾഡ് എക്കണോമിയിൽ ഓയിലിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലെയും എനർജിയുടെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്നത് ക്രൂഡ് ഓയിലാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ് വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിനും ഈ ഫ്യൂവൽ ആവശ്യമാണ്. കൂടാതെ ഇതൊരു ഇൻഫ്ലേഷന്റെ ഇൻഡിക്കേറ്റർ കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കണോമിയുടെ ഹെൽത്ത് സിഗ്നലാണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ള കൺട്രികളൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് വെനസ്വേല. ഏകദേശം 18% ഓയിൽ റിസർവാണ് ഈ ഒരു രാജ്യത്തുള്ളത്. അടുത്തത് സൗദി അറേബ്യയാണ്. ഇവരുടെ പക്കൽ ഏകദേശം 17% ഉള്ളത്. അടുത്തത് കാനഡയാണ്. ഏകദേശം 10% ഇവരുടെ പക്കലുള്ളത്. അടുത്തത് ഇറാനാണ്. ഏകദേശം 9% ഇവരുടെ പക്കലുള്ളത്. ഇറാഖിൽ ഏകദേശം 8% ഓയിൽ റിസർവ് ഉള്ളത്. അടുത്തത് റഷ്യയിലാണ്. ഇവിടെ ഏകദേശം 6%-ഓളമാണ് റിസർവ് ഉള്ളത്. അടുത്തത് കുവൈറ്റ് ആണ്. ഇവിടെയും ഏകദേശം 6%-ഓളമാണ് ഉള്ളത്. അടുത്തത് UAE ആണ്. ഇവിടെ ഏകദേശം 6%-ഓളമാണ് ഓയിൽ റിസർവ് ഉള്ളത്. ചുരുക്കത്തിൽ ഈ 8 ടോപ്പ് കൺട്രികൾ ചേർന്നാൽ തന്നെ ലോക ഓയിൽ റിസർവിന്റെ ഒരു വലിയ ഭാഗം തന്നെ വരികയും ഇതിവർ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ക്രൂഡ് ഓയിലും ഇന്ത്യയുടെ എക്കണോമിയും തമ്മിലുള്ള ബന്ധം കൂടി ഒന്ന് നോക്കാം. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ കൺസ്യൂമേഴ്സിൽ ഒന്നാണ്. അതിൽ ഇന്ത്യക്ക് ആവശ്യമായ ഓയിലിന്റെ 85% വരെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ എക്കണോമി പൂർണ്ണമായും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യ പ്രധാനമായും ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് റഷ്യ. റഷ്യയാണ് ഇന്ത്യക്ക് ഓയിൽ തരുന്നതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്ലയർ. ഏകദേശം 30-35% വരെയാണ് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ 30-35% വരെ ക്രൂഡ് ഓയിൽ വരുന്നത് റഷ്യയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലായി റഷ്യ നമ്മുടെ ബിഗ്ഗസ്റ്റ് സപ്ലയറായി മാറിയിട്ടുണ്ട്. അടുത്തതാണ് ഇറാഖ്. ഇറാഖിൽ നിന്ന് ഏകദേശം 18-20% ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതാണ് സൗദി അറേബ്യ. 15-17% വരെയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതാണ് UAE. 8-10% വരെയാണ് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് US ആണ്. ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം 5-7% വരെയാണ്. അടുത്തത് കുവൈറ്റ് ആണ്. കുവൈറ്റിൽ നിന്ന് ഏകദേശം 4-6% വരെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ നൈജീരിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ബ്രസീലിൽ നിന്നും ചെറിയ അളവിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ റിസർവ് പൂർണ്ണമായും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ റഷ്യയെയും ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ചുരുക്കത്തിൽ നമ്മൾ കരുതുന്നത് പോലെ ലോകം ചലിക്കുന്നത് ടെക്നോളജിയിലല്ല. യഥാർത്ഥത്തിൽ ലോകം ഇന്നും ഓടുന്നത് ക്രൂഡ് ഓയിലിൽ തന്നെയാണ്.